ഹായ് ഡിയേഴ്സ്, മിയാസ് ബോക്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമാണ് കേട്ടോ. അപ്പം മഴയൊക്കെ ഏകദേശം ഒതുങ്ങിയല്ലോ അല്ലേ? മഴയൊക്കെ ഒതുങ്ങി, വെയിലൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ രാത്രിയിലാണല്ലോ മഴ. അപ്പം എന്താ പറയുക, എല്ലാവരും തിരക്കിലായിരിക്കും, ഓരോരോ തിരക്കിലായിരിക്കും എല്ലാവരും. ഇപ്പം നമുക്കാണെങ്കിൽ ഈദൊക്കെ വരാനായല്ലോ, വലിയ പെരുന്നാളാവാനായി. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കും, പക്ഷേ എഡിറ്റ് ചെയ്തത് ഇടാനൊരു ടൈം കിട്ടലില്ല. അപ്പം ഇന്ന് എന്തായാലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിക്കുകയാണ്. അപ്പം ചില സമയത്ത് ഞാൻ വിചാരിക്കും യൂട്യൂബ് നിർത്തണമെന്ന് വരെ ചിന്തിക്കും ചില സമയത്ത്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇടാതെ ഇരുന്നാൽ നമ്മളെ വീഡിയോ മോണിറ്റൈസേഷൻ ഓൺ ആവണമെങ്കിൽ നമ്മൾ റെഗുലർ വീഡിയോ ഇടണം, വാച്ച് അവറൊക്കെ കയറണം. അപ്പോൾ എനിക്കിപ്പം എന്താ പറയുക, മോള് വലുതാവണതിനനുസരിച്ച് ടൈം തീരെ കിട്ടാതായി, ഓളോരോ വികൃതികളും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോയാൽ സമയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കൾ സ്കൂളിൽ പോയപ്പം മോളെ നോക്കാൻ ഭയങ്കര പ്രശ്നമായി. ഓളിങ്ങനെ കരയും, പിന്നെ ആരും ഇല്ലാതായിട്ട് ഓൾക്ക് ബോറടിച്ചിട്ട് ഇങ്ങനെ കരയും. അപ്പം എന്തായാലും ഞാൻ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ. മഴ പെയ്താൽ നല്ല നാശമാവും നമ്മളെ വീടും തൊടിയൊക്കെ. അതേപോലെ കുറേ പുല്ല് മുളയ്ക്കും, എന്തൊക്കെയോ ആവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു സംഭവം അവിടെ ചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കുറേ ദിവസമായി മുറ്റത്തേക്ക് ഇറങ്ങലില്ല. കാരണം ഒന്നാകുമ്പോൾ കൊതുകാണ്, ചുറ്റുഭാഗം ചെടികളുള്ളതുകൊണ്ട് നല്ല കൊതുകുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് നിർത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ തിരക്കിനിടയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണല്ലോ. അന്നേരം ഞാൻ വിചാരിക്കും ഒഴിവുള്ള സമയത്ത് 1-2 വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ അപ്ഡേറ്റ് ആക്കാതെ. നമ്മൾ ഈ ചെടി ഉണ്ടോ, മഴത്തേക്ക് കുറച്ച് ചെടികളൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെടികളുടെ ഈ ഭാഗമൊക്കെ എന്താ പറയുക, ചീഞ്ഞ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് അഗ്ലോണിമകളെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതൊക്കെ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം. വളം ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റില്ല തോന്നുന്നു. മഴക്കാലത്ത് വളങ്ങളൊന്നും ഇടാൻ പാടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് സെറ്റാക്കണം. നല്ലൊരു അഗ്ലോണിമ ആയിരുന്നു അത്. ഒക്കെ എന്തോ ചീഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വലിയൊരു കുഴപ്പമില്ല, പക്ഷെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവസം ഇറങ്ങി സെറ്റാക്കണം. എന്താ പറയുക, എനിക്ക് ഇപ്പോൾ ശരിക്കും മോളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓളെ ഫുള്ള് കൊതുക് കടിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അഗ്ലോണിമകൾ തന്നെ. പിന്നെ ഞാൻ ഈ അഗ്ലോണിമകൾ മഴത്തുനിന്ന് എടുത്തുള്ളൂ അങ്ങനെ മാറ്റി വെക്കലില്ല കേട്ടോ. നല്ല ഇതുള്ള ചെടികൾ മാത്രമേ ഞാൻ മാറ്റലുള്ളൂ. കാരണം കുറച്ചും ഉള്ളിലുള്ള ചെടികളൊക്കെ പുറത്തേക്ക് ഇറക്കുക ചെയ്യുക മഴ പെയ്യുമ്പോൾ. കാരണം മഴത്ത് നിൽക്കുന്ന ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നലുണ്ട്. കാരണം നമ്മൾ പെന്നിവേട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. പിന്നെ പല വീഡിയോസിൽ ഞാൻ കണ്ടു മഴ പെയ്യുമ്പോൾ നമ്മൾ അഗ്ലോണിമൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെക്കണം, മഴത്തുനിന്ന് മാറ്റണം എന്നൊക്കെ. പക്ഷെ ഞാൻ മാറ്റലില്ല കേട്ടോ. പിന്നെ മഴ കൊണ്ടാൽ വേഗം തൈകൾ ഉണ്ടാവണം വരെയൊക്കെ എനിക്ക് തോന്നലുണ്ട്. ഇവിടെയൊക്കെ പുല്ല് മുളച്ച് നാശമായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ വൃത്തികേടായിട്ടുണ്ട്. ഒഴിവുള്ള സമയത്ത് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ പുതിയതായിട്ട് ഈ ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ്, ഹാങ് ചെയ്തിട്ട് സെറ്റ് ആവാനിട്ട്. പിന്നെ ഈ ചെടികൾക്കൊക്കെ നല്ല രസം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മഴ കൊണ്ട രസം ഉണ്ടാവും ചെടിയെന്ന്. അപ്പം ഞാൻ അകത്തുള്ള ചെടികൾ പോലും ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുക ചെയ്യുക. പുറത്തിപ്പം എനിക്ക് ചെടികളില്ല. മോള് ചെറുതായതുകൊണ്ട് തന്നെ ഓളതിൻ്റെ ചട്ടിയിൽ നിന്നൊക്കെ ഇലയിൽ നിന്നൊക്കെ പറിച്ച് തിന്നു കഴിഞ്ഞാൽ ചില വിഷച്ചെടികളൊക്കെ ഇലകൾ വിഷം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്നെ പുറത്തേക്ക് ആക്കിയതാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ മഴക്കാലത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ചട്ടിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കും. ഈ വെള്ളം നിന്ന് കഴിഞ്ഞാലാണ് ചെടികൾ ചെയ്യുക. അല്ലാതെ മഴ കൊണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് സീനില്ല. പക്ഷേ ചട്ടികളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നൽ ഈ മഴക്കാലത്ത് ചെടികൾക്ക് നല്ല പറ്റിയൊരു കാലാവസ്ഥയായിരിക്കും. ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷം, നല്ല ഇങ്ങനെ മഴ പെയ്യുക, അപ്പം ഭംഗി കൂടുകയാണ് ചെയ്യൽ. അപ്പോൾ കണ്ടു, ഇതൊക്കെ നല്ല രസം വെച്ചിട്ട് നല്ല ഗ്രോത്തും ആയിട്ടുണ്ട്. മഴ ഇങ്ങനെ കൊണ്ടപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് കുറേ തൈകൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അഗ്ലോണിമക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇലച്ചെടികൾക്കും എല്ലാ ചെടികൾക്കും ഭംഗിയുണ്ട്. പക്ഷേ അഗ്ലോണിമൻ്റെ നല്ല നനയും നല്ല വളവും നല്ല ഇതും കെയറിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ അഗ്ലോണിമ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. പക്ഷേ ഞാനിത് ഇൻഡോറിൽ കുറേ ദിവസം വെക്കാറില്ല. ഇപ്പോഴല്ല, നേരത്തെയും വെക്കാറില്ല. കാരണം കുറേ ദിവസം ഇൻഡോറിൽ വെക്കുമ്പോൾ ഇലൻ്റെ ഭംഗി ഞാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഡോറിൽ ചെടി വെക്കുന്നവരുണ്ടെങ്കിൽ, ചെടീനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ, അറിയുന്നവർക്ക് ഓക്കെ ആവും. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചം ഡയറക്റ്റ് സൺലൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തേക്കുക.
അല്ലാതെ ചെടികൾ നാശമായി പോവേ ഉള്ളൂ. അതിൻ്റെ ഇല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും, കരിയാനൊക്കെ തുടങ്ങും, കരിയല്ല ചെയ്യാൻ തുടങ്ങും. അപ്പം ഇടയ്ക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം ചെടികൾ. അപ്പോൾ എൻ്റെ ഇൻഡോറിൽ കുറേ ചെടികളുണ്ടായിരുന്നു, കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ റീസൺ കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറക്കിയത്. പക്ഷേ ലിവിങ് റൂമിൽ ഞാൻ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ടേക്ക് എപ്പോഴും പോവാത്തത് കൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്കൊന്നും ചെടികൾ അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. എല്ലാവരും പറയും മുളക് തൈയോ വല്ല പയറോ എന്തെങ്കിലുമൊക്കെ നട്ടൂടെ ഏതൊക്കെ ചെടികൾ നടുന്ന നേരം കൊണ്ടുവന്ന്. പക്ഷേ എന്താ പറയുക, എനിക്ക് രണ്ടിനും ഇഷ്ടമാണ്. ചെടികൾ നടാനും ഇഷ്ടമാണ്, കൂടെ തന്നെ ഇതേപോലെ സംഭവങ്ങൾ ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ.